ബാർക്കുമോർ മഹാകാരുണ്യവാനായ കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ പലവിധമായിട്ടുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായപ്പോഴും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിച്ചതിനായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ദൈവീകമായ കൃപയെ പ്രാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ഈ ദിവസം ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കിയതിനായിട്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിന് നല്ല വിത്തുകളായിട്ട് വിതയ്ക്കപ്പെട്ട് ആത്മാവിൽ വളരുവാൻ തക്കവണ്ണം ദൈവീകമായ കൃപയിൽ തിരുസാന്നിധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവേ, ഞങ്ങളെയൊക്കെയും ഇടയാക്കണമേ. ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്, അത് ചൈതന്യമുള്ള വചനമാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, അത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നതാണ്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. കാരുണ്യവാനായ കർത്താവേ, നിന്റെ വചനത്തിനെ കേൾക്കുവാൻ, ആ വചനത്തിൽ അനുസൃതമായിട്ട് ജീവിപ്പാൻ, ആത്മീയമായിട്ട് വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമായി തീരണമേ. ഞങ്ങളുടെ കാലിന് ദീപമായി തീരണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും ഞങ്ങളുടെ ഇടയിലുമുള്ള രോഗികൾക്ക് നീ സൗഖ്യവും ആശ്വാസവും നൽകണമേ. ശാരീരികമായിട്ട് മാനസികമായിട്ട് പ്രയാസത്തിലകപ്പെട്ടവർക്ക് അവരുടെ പ്രയാസത്തിന് വിടുതൽ നൽകണമേ. അവരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കൂടിവരവ് ഞങ്ങളുടെ ആത്മീക വർധനവിന് മുഖാന്തരമായി തീരണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, ബലഹീനതയുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ആയി തീരുവാനിടയാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവാലയത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന വന്യനായ കോറപ്പിസ്കോപ്പാച്ചൻ ഈ ദേവാലയത്തിന് ഏറ്റവും സ്തുത്യർഹമായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ട് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന വന്യവൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൽ നമ്മൾ ഒന്നിച്ച് ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ അവസരം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിനായിട്ട് മുന്നമേ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും ദൈവമാതാവിൻ്റെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത നമുക്കൊക്കെയും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വേദഭാഗം നമുക്ക് ഏവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒന്നാണ്. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 17 വാക്യം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 17 വാക്യം. അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിപ്പാതിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. ഈ വേദഭാഗം നമുക്കൊക്കെയും വളരെ സുപരിചിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വേദപുസ്തകത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകമായിട്ട് ഉൽപ്പത്തിയിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. ഇത് വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാമിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ലോത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശം കൂടിയാണ് എന്നുള്ളത് നമുക്കൊക്കെയും അറിവുള്ളതാണ്. നമ്മൾ വായിച്ച് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഇവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിൻ്റെ അരികിലേക്ക് വരികയാണ്. യഹോവയായ ദൈവം
മമ്രയുടെ തോപ്പിൽ വെച്ച് വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ്. അബ്രഹാമിന് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെടുകയും അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ അവിടെ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഈ ദൈവത്തിൻ്റെ ദൂതന്മാരെ യഥാവിധം സ്വീകരിക്കുന്നതായിട്ടുള്ള അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം അവരെ യഥാവിധം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെയും നൽകുകയാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ ദൂതന്മാർ അടുത്തതായിട്ട് സന്ദർശിക്കുവാൻ തക്കവണ്ണം സഹോദരപുത്രനായിട്ടുള്ള അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിട്ടുള്ള ലോത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയാണ്. എപ്രകാരമാണോ അബ്രഹാം ദൈവത്തിൻ്റെ ദൂതന്മാരെ അല്ലെങ്കിൽ ദൈവപുരുഷന്മാരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടതുള്ളത് ആവശ്യമായിട്ടുള്ളതൊക്കെയും ഒരുക്കിക്കൊടുത്തത്, അപ്രകാരം തന്നെ ലോത്തും 2 ദൈവദൂതന്മാരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരു വലിയ മുന്നറിയിപ്പ് ലോത്തിന് നൽകുകയാണ്. നൽകുന്നതായിട്ടുള്ള മുന്നറിയിപ്പ് ഇതാണ്: നീ പാർക്കുന്നതായിട്ടുള്ള സോദോം എന്ന പട്ടണം അല്ലെങ്കിൽ സോദോം ഗോമോറ എന്ന് പറയുന്ന പട്ടണങ്ങൾ എത്രയും വേഗം നശിപ്പിക്കാൻ പോകുന്നു. അവിടെ തീയും ഗന്ധകവും ഇറക്കി യഹോവയായ ദൈവം ആ പട്ടണങ്ങളെ നശിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ജീവരക്ഷയ്ക്കായിട്ട് നീ ഓടിപ്പോവുക. പ്രിയപ്പെട്ട ലോത്തെ, നീ പാർക്കുന്നതായിട്ടുള്ള ഈ ദേശം വിട്ട് ജീവരക്ഷയ്ക്കായിട്ട് നീ ഓടിപ്പോക. പോകുന്ന വഴിക്ക് പുറകോട്ട് നോക്കുവാൻ പാടില്ല. ഈ പ്രദേശത്തെങ്ങും തന്നെയും ഈ പ്രദേശത്തും നീ യാത്ര ചെയ്യുന്നതായിട്ടുള്ള പ്രദേശത്ത് എങ്ങും തന്നെയും നിൽക്കുവാനും പാടില്ല. കാരണം നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകണം. അപ്പോൾ ലോത്ത് ഓടിപ്പോകേണ്ടത് സോദോം ഗോമോറ എന്നുള്ള പട്ടണം വിട്ട് പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ പ്രദേശത്തൊന്നും നിൽക്കുവാൻ പാടില്ല, പുറകോട്ട് തിരിഞ്ഞ് നോക്കുവാൻ പാടില്ല എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ദൈവദൂതന്മാരാൽ ഈ ദൈവത്തിൽ നിന്നും ലോത്തിന് ലഭിക്കുകയാണ്. ലോത്തിനെ പറ്റി പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാമിനെ പറ്റി പറയാതെ പോകുവാൻ സാധ്യമല്ല. കാരണം ലോത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടം അബ്രഹാം പിതാവിനോട് അത്ര കണ്ട് ഇടകലർന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം യാത്രയാകുമ്പോൾ അബ്രഹാമിനോടൊപ്പം യാത്ര പുറപ്പെട്ടതായിട്ടുള്ള ആളുകളിൽ ഒരുവൻ കൂടിയാണ് ലോത്ത് എന്നുള്ളത്. നമുക്കൊക്കെയും അറിവുള്ളതുപോലെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 25 വരെയുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സംഭവങ്ങളെപ്പറ്റി വിവരിക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുക, നമുക്ക് പരിചിതമാണ് ഇതൊക്കെയും. യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് ഉപേക്ഷിക്കണം. എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാം. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും ഉപേക്ഷിക്കണം. അബ്രഹാമേ, നീ ഉപേക്ഷിക്കണം. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഒരുവൻ അവൻ്റെ ദേശത്തെ, ചാർച്ചക്കാരെ, പൃഥുഭവനത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നാണോ? ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞു, തുമ്പോൺ ഭദ്രാസനത്തിലെ ഇന്ന ദേവാലയത്തിൽ വികാരിയായിട്ട് ഇന്ന ദേവാലയം മാതൃദേവാലയമായിട്ടുള്ള അച്ഛനാണ് എന്നൊക്കെയുള്ള വിശേഷണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം എൻ്റെ പേരും എൻ്റെ ദേശവും എൻ്റെ ഇടവകയും എൻ്റെ മാതാപിതാക്കളും ഞാൻ എന്ന വ്യക്തിയെ നിർവചിക്കുന്നതിന് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ചവിട്ടി നിൽക്കുവാൻ ഒരു മണ്ണില്ല എങ്കിൽ
ഞാൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്കൊരു പേരില്ല എങ്കിൽ, എനിക്കൊരു ദേശമില്ല എങ്കിൽ, എനിക്ക് ചാർച്ചക്കാരില്ല എങ്കിൽ, എനിക്ക് പ്രതിഭവനമില്ല എങ്കിൽ ഞാൻ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, യഹോവയായ ദൈവം പറയുകയാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും ഉപേക്ഷിക്കണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അബ്രഹാം ഉപേക്ഷിക്കേണ്ടത് അവനെ തന്നെ ഉപേക്ഷിക്കണം. അവൻ്റെ ഐഡന്റിറ്റി എല്ലാം തന്നെയും ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം. ഒരുപക്ഷെ കാണിപ്പാനിരിക്കുന്ന ദേശം കനാൻ ദേശമാണ് എന്നുള്ളത് നമുക്ക് അറിവുള്ളതാണ്. കനാൻ ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിട്ടുള്ള വിശേഷണം എന്താണ്? കനാൻ ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിട്ടുള്ള വിശേഷണം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്നുള്ളതാണ്. പക്ഷേ അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഈ ദേശത്ത് പാലും തേനും ഒഴുകുന്നു എന്നുള്ളത് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വിവരണങ്ങൾ കനാൻ ദേശത്തെ പറ്റി നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. കനാൻ ദേശം കാണിപ്പാനിരിക്കുന്ന ദേശമാണ്. അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. യഹോവ തങ്ങൾക്ക് തരുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ദേശമാണ്. പക്ഷേ അബ്രഹാമിനെ വിളിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശം എന്നുള്ള ഒരു വിശേഷണം അവിടെ ഉള്ളതായിട്ട് നമുക്കറിവില്ല. അല്ലെങ്കിൽ ഈ ദേശത്തെ പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും അറിവോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സൂചനകളോ അബ്രഹാമിൻ്റെ മനസ്സിലോ അബ്രഹാമിൻ്റെ അറിവിലോ ബോധത്തിലോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക എന്നാണ് പറയുന്നത്. ഇത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പിതാക്കന്മാർക്ക് യഹോവയായി ദൈവം വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ദേശമാണ്. കനാൻ ദേശത്തെ പറ്റി മറ്റൊരു വിശേഷണം അത് നല്ലതും വിശാലവുമായിട്ടുള്ള ദേശം എന്നുള്ളതാണ്. ഈ വിശേഷണങ്ങളൊക്കെയും തുടർന്നുള്ള പുസ്തകങ്ങളിലാണ് നമുക്ക് ഭാഗങ്ങളിലാണ് കാണുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ കനാൻ ദേശത്തെ പറ്റി സുന്ദരമായ ഒരു വിവരണമുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. അത് മോശയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വിവരണം നമുക്ക് ലഭിക്കുന്നത്. മോശയോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിന്റെ ദൈവമായിട്ടുള്ള യഹോവ നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ആ ദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ദേശത്തിൻ്റെ പ്രത്യേകത നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, യഥേഷ്ടം ജലസമൃദ്ധി ഉള്ളതായിട്ടുള്ള ദേശം. അടുത്തതായിട്ട് പറയുകയാണ്, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവുമുള്ള വൃക്ഷം ദേശം. അതായത് യഥേഷ്ടം ജലസമൃദ്ധിയുണ്ട്, യഥേഷ്ടം ഫലമൂലാദികളൊക്കെയും ഉള്ള വളരെ സമൃദ്ധിയുള്ളതായിട്ടുള്ള ദേശം. പിന്നെയും തുടർന്ന് പറയുകയാണ്, ഒലിവ് വൃക്ഷങ്ങളും തേനുമുള്ള ദേശം. സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാം, യാതൊന്നിനും കുറവില്ലാത്തതുമായിട്ടുള്ള ദേശം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നേരം യഥേഷ്ടം ലോകവും അത്തരത്തിലുള്ള ധാതു സമ്പത്തുമായിട്ട് സമ്പന്നമായ ദേശം. ജലസമൃദ്ധിയുണ്ട്, ഭക്ഷണത്തിന് യോഗ്യമായിട്ടുള്ള വിഭവങ്ങളെല്ലാം തന്നെയുമുണ്ട്. മനുഷ്യന് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധാതു സമ്പത്തും ഒക്കെയും കൊണ്ട് നിറഞ്ഞ സമ്പന്നമായ ദേശം. മറ്റൊരു ഭാഗത്ത് ഈ കനാൻ ദേശത്തെ പറ്റി ഇങ്ങനെ ഒരു വിശേഷണം കാണാം. അതായത് യഹോവ പരിപാലിക്കുന്നതായ ദേശം. നേരം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. സമൃദ്ധമായിട്ട് ഭക്ഷണത്തിനുള്ള വകയുള്ള ദേശം, ജലസമൃദ്ധിയുള്ള ദേശം, യഹോവയാൽ പരിപാലിക്കപ്പെടുന്നതായിട്ടുള്ള ദേശം. ഈ ദേശത്തേക്കാണ് അബ്രഹാമിന് പോകേണ്ടത്. പക്ഷേ ആ ദേശത്തെ പറ്റി അബ്രഹാമിന്
വലിയ അറിവോ സൂചനകളോ ഇല്ല. കാരണം കാണിപ്പാനിരിക്കുന്ന ദേശമാണ് അബ്രഹാമിനെ വിളിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ദേശം എന്നുള്ളത്. അന്നേരം അബ്രഹാം തന്നെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും തന്നെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്ത്, കണ്ടിട്ടില്ലാത്ത കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അബ്രഹാമിനോടൊപ്പം ആരൊക്കെ ഉണ്ട് എന്നറിയാമോ? അബ്രഹാമിനോടൊപ്പം ആരൊക്കെ ഉണ്ട് എന്നറിയാമോ? ആ യാത്രയിൽ അബ്രഹാമിൻ്റെ ഭാര്യയായിട്ടുള്ള സാറായിയുണ്ട്. രണ്ടാമതായിട്ട് അബ്രഹാമിൻ്റെ പിതാവായിട്ടുള്ള തേരഹുണ്ട്. മൂന്നാമതായിട്ട് പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയുന്നത് അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിട്ടുള്ള ലോത്തും ആ യാത്രയിൽ അബ്രഹാമിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. ഇതിന് ചോദ്യം ഇതാണ്: അബ്രഹാമിൻ്റെ പിതാവായ തേരഹിന് മറ്റ് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ആ 2 സഹോദരങ്ങളിൽ ഒരു സഹോദരന്റെ മകനായ ലോത്തിനെ മാത്രം എന്തുകൊണ്ട് അബ്രഹാം കൂടെ കൂട്ടി എന്നുള്ളതാണ്. എന്തുകൊണ്ട് അബ്രഹാം ലോത്തിനെ തൻ്റെ യാത്രയിൽ കൂടെ കൂട്ടി എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 11:28 നമുക്ക് കാണുവാൻ കഴിയും. 11:28, അതായത് ലോത്തിന്റെ അപ്പനായ ഹാരാൻ ഊർ ദേശത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ലോത്തിന്റെ പിതാവായിട്ടുള്ള ഹാരാൻ ഊർ ദേശത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതുകൊണ്ട് ലോത്തിനെയും തൻ്റെ യാത്രയിൽ അബ്രഹാം കൂടെ കൂട്ടുകയാണ്. ഒരുപക്ഷെ ലോത്തിന്റെ സംരക്ഷണ ചുമതല അബ്രഹാമിലേക്ക് വന്നു ചേരുന്നു. അബ്രഹാം കൂടെ കൂട്ടുകയാണ്. ഇവർ യാത്ര കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര നടത്തുകയാണ്. ഇവര് ആ യാത്ര ലക്ഷ്യമാക്കിക്കൊണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇവർ തമ്മിൽ വേർപിരിയുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അബ്രഹാമിന് ലഭിച്ചതായിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. ഉപേക്ഷിക്കുക എന്നതിനോട് ചേർത്ത് ഞാൻ പറയുന്നതായിട്ടുള്ള രണ്ടാമത്തെ കാര്യം അബ്രഹാമിന് ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹമാണ്. അബ്രഹാമിനോട് പറയുകയാണ്, നീ വലിയൊരു ജാതിയായി തീരും. നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, നിന്റെ മക്കൾ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ വിശാലമായി തീരും, അല്ലെങ്കിൽ അത്രത്തോളം വർദ്ധിച്ചു വരും. ഒരുപക്ഷെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അത്രയും മണൽത്തരികളുടെ അത്രയും എന്നതിനേക്കാൾ അബ്രഹാമിന് ലഭിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? അബ്രഹാമിന് ലഭിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? യഹോവയുടെ വാക്ക് കേട്ട് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന് ലഭിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നീ തന്നെ അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ്. എന്താ? അബ്രഹാമേ, നീ തന്നെ അനുഗ്രഹമായിരിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അബ്രഹാം സമം അനുഗ്രഹം എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അവൻ തന്നെ അനുഗ്രഹമായിരിക്കുന്നതല്ലേ? അയാൾ തൊടുന്നതെല്ലാം പൊന്നായി മാറി എന്നുള്ളതാണ്. അബ്രഹാം ചവിട്ടിയതായിട്ടുള്ള ഇടങ്ങളെല്ലാം അബ്രഹാമിൻ്റെതായിട്ട് മാറി എന്നുള്ളതാണ്. തൊടുന്നതെല്ലാം പൊന്നാവുകയും ചവിട്ടിയതെല്ലാം അയാളുടേതായി മാറാൻ കാരണം എന്താണ്? അബ്രഹാം അവനെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവമായ യഹോവയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുവാൻ നമുക്ക് മടിയില്ല. പക്ഷേ ഉപേക്ഷിക്കുവാൻ മടിയില്ലാത്ത അബ്രഹാമിനെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. അബ്രഹാമിൻ്റെ വിശ്വാസം സാധാരണ വിശ്വാസമല്ല, അസാധാരണമായ വിശ്വാസമാണ്. അസാധാരണമായ വിശ്വാസത്തിന് അനുരൂപമായ അസാധാരണമായ ധൈര്യവും അബ്രഹാം കാണിച്ചു എന്നുള്ളതാണ്. അസാധാരണമായ വിശ്വാസത്തിന് അനുരൂപമായിട്ട് അനുസൃതമായിട്ട് അസാധാരണമായ ധൈര്യവും കാണിച്ചതുകൊണ്ട് അബ്രഹാം തൊട്ടതെല്ലാം പൊന്നായി, അബ്രഹാം ചവിട്ടിയതൊക്കെയും അബ്രഹാമിൻ്റെതായിട്ട് മാറി എന്നുള്ളതാണ്. ഒരുവന്റെ സ്പർശനത്തിൽ
അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അവനോടൊപ്പം ആരുണ്ടായിരിക്കണം? ദൈവമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരുവന്റെ സ്പർശനത്തിൽ ദൈവീക സ്പർശനമായിട്ട് അത് തീരണം എന്നുണ്ടെങ്കിൽ അവനിൽ ദൈവമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ദൈവത്തെ തന്നെ സമ്പാദിച്ച് ദൈവത്തെ ചേർത്ത് നിർത്തി ദൈവം നയിച്ച വഴിയിൽ കൂടി യാത്ര ചെയ്തതായിട്ടുള്ള അബ്രഹാമിനോടൊപ്പമുണ്ടായിരുന്ന ആളാണ് ആര്? അബ്രഹാമിനോടൊപ്പമുണ്ടായിരുന്ന ആളാണ് ലോത്ത് എന്നുള്ള സഹോദരപുത്രൻ. നേരെ അബ്രഹാം ഉപേക്ഷിച്ചത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടയാളാണ്. അബ്രഹാം നടത്തുന്നതായിട്ടുള്ള ജീവിതയാത്രവും ജീവിതത്തിൻ്റെ യാത്രയും എല്ലാം കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത ആളാണ് ലോത്ത് എന്നുള്ള ആൾ. അതേസമയം തന്നെ അബ്രഹാമിന് യഹോവയായ ദൈവം നൽകിയതായിട്ടുള്ള സകലവിധ അനുഗ്രഹങ്ങളും അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ലോത്ത്. ഇവർ തമ്മിൽ വേർപിരിയുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുമ്പോൾ ലോത്ത് അബ്രഹാമിനെ പോലെ തന്നെ സമ്പന്നനായിരുന്നു. കാരണം എന്താ? ഇവര് വേർപിരിയുന്ന സമയം വരെ ലോത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാതി അബ്രഹാം ആയിരുന്നു. കാരണം എന്താ? ദൈവത്തിൻ്റെ സകലവിധമായിട്ടുള്ള കൃപകളും അബ്രഹാമിനെ പോലെ ലോത്തും അനുഭവിച്ചു. ദൈവീക അനുഗ്രഹങ്ങളുടെ ഒരു കൂട്ടവകാശിയായിട്ട് ഈ ഘട്ടം വരെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ലോത്തിന് സാധിച്ചോ എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഇടയന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ അബ്രഹാം ഒരു പോംവഴി അല്ലെങ്കിൽ അതിനൊരു പരിഹാരം മുമ്പോട്ട് വയ്ക്കുകയാണ്. എന്താണ് വയ്ക്കുന്നത്? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാമെന്ന് പറയുകയാണ്. എൻ്റെ സഹോദര അല്ലെങ്കിൽ സഹോദരപുത്ര, മകനെ, നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയന്മാർ തമ്മിൽ യാതൊരു കലഹങ്ങളും ഉണ്ടാകുവാൻ പാടില്ല. പലപ്പോഴും നമ്മളൊക്കെയും കലഹിച്ച് വേർപിരിയുമ്പോൾ കലഹിക്കാതിരിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തോടുകൂടി സമാധാനത്തിൻ്റെ ഒരു വഴി കണ്ടെത്തുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കലഹിച്ച് പിരിയുകയല്ല, മറിച്ച് സ്നേഹത്തോടെ ആയിരിക്കുമ്പോൾ തന്നെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ വഴി കണ്ടെത്താമെന്നുള്ള ഒരു തീരുമാനം എത്തുകയാണ്. അവിടെ അബ്രഹാം മുമ്പോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ഒരു ഫോർമുല എന്നുള്ളത് പലപ്പോഴും പല പിതാക്കന്മാരും ആളുകളും ഒക്കെ പറയുന്നതായിട്ടുള്ള ഒന്നാണ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നുള്ളത്. സമാധാനത്തോടെയുള്ള സഹവർത്തിത്വം. നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാം, സമാധാനത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നമുക്ക് ജീവിക്കാമെന്ന് വയ്ക്കുകയാണ്. ഇവിടെ അബ്രഹാം മറ്റൊരു കണ്ടീഷൻ കൂടി വയ്ക്കുകയാണ്. നിനക്കാവശ്യമുള്ളത്, നിനക്കിഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക എന്നാണ് പറയുന്നത്. ഇതുവരെയും അവരുടെ യാത്രയിൽ യഹോവയായ ദൈവം ഉണ്ടായിരുന്നു. ഇവർ വേർപിരിയുവാൻ തീരുമാനിച്ചപ്പോൾ അപ്പോഴും ദൈവമുണ്ടായിരുന്നു. പക്ഷേ ലോത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ ഹിതമില്ലാതെ പോയി എന്നുള്ളതാണ് ലോത്തിന് സംഭവിക്കുന്നതായ ഏറ്റവും വലിയ പരാജയം എന്നുള്ളത്. നമ്മളൊക്കെയും പല കാര്യങ്ങളും നടപ്പാക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തന്നെ തീരുമാനിക്കുകയും നമ്മൾ തന്നെ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിൽ കൂടിയും മറ്റ് പ്രിയപ്പെട്ടവരോടൊക്കെ ആലോചന കഴിക്കാറുണ്ട്. നമ്മളൊക്കെയും എപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവരോട് ആലോചന കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ദൈവത്തോട് ആലോചന കഴിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നറിയുവാൻ തക്കവണ്ണം നമ്മൾ മനസ്സ് വെക്കണം എന്നുള്ളതാണ്. ഇവിടെ ലോത്ത് നടത്തുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോവുകയാണ്. ഒരർത്ഥത്തിൽ മാനുഷികമായിട്ട് പറഞ്ഞാൽ ലോത്തിനെ നമുക്ക് അത്ര കുറ്റം പറയുവാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെയും നടത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെയാണ് ലോത്തും അവൻ്റെ തെരഞ്ഞെടുപ്പിൽ വെച്ചത്. എന്താണ് മാനദണ്ഡം എന്നറിയാമോ? ലോത്ത് ഉയർന്ന പ്രദേശത്ത് കയറി നോക്കുകയാണ്. അപ്പോൾ യോർദാൻ അരികെയുള്ള പ്രദേശമാണ് കാണുന്നത്. അത് താഴ്വരയാണ്, അത് നീരോട്ടമുള്ള പ്രദേശമാണ്. അത് ലോത്തിൻ്റെ കാഴ്ചയിൽ എപ്രകാരം തോന്നി എന്ന് അറിയാമോ? ലോത്തിൻ്റെ കാഴ്ചയിൽ
13-ാം അധ്യായം ഉൽപ്പത്തി 13:10 വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അത് യോർദാൻ അരികെയുള്ള പ്രദേശമാണ്, താഴ്വരയാണ്, നീരോട്ടമുള്ള പ്രദേശമാണ്. അത് ലോത്തിന് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നുള്ളത് ഉൽപ്പത്തി 13:10 നമ്മൾ വായിക്കുന്നുണ്ട്. സോദോം ഗോമോറ എന്ന ദേശം യഹോവയായ ദൈവം അഗ്നി ഇറക്കി നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെ അവന് തോന്നി. എന്താ? യഹോവയുടെ തോട്ടം പോലെ മനസ്സിൽ തോന്നി. അഗ്നി ഇറക്കി നശിപ്പിക്കുന്നതിന് മുമ്പുള്ള കാഴ്ച അതാണ്. നേരം കാഴ്ചയിൽ മനോഹരമായത് ലോത്ത് തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ കേൾവിയിൽ മനോഹരമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ ഹിതം ആരായുവാൻ തക്കവണ്ണം ലോത്ത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഈ സോദോമിലേക്ക് എത്തപ്പെടുമ്പോൾ സകലവിധമായ അധാർമികതയും തഴച്ചു വളരുന്ന വളക്കൂറുള്ള മണ്ണിലേക്കാണ് ലോത്ത് എത്തപ്പെട്ടത് എന്നുള്ളത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുവാൻ ലോത്ത് പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ യഹോവയായ ദൈവം ദൈവദൂതന്മാർ വഴി ലോത്തിനോട് കൽപ്പിക്കുകയാണ്, നീ ഓടിപ്പോവുക. എന്തിനു വേണ്ടിയാണ്? ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രദേശം, പക്ഷേ യഹോവയുടെ സന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പാകെ അത് എപ്രകാരമായിരുന്നു എന്നുള്ളത് അതിൻ്റെ സൂചന നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉൽപ്പത്തി 13:13 നമുക്ക് കാണുവാൻ കഴിയും. സോദോം നിവാസികളെ പറ്റി പറയുകയാണ്. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. അവർ ദുഷ്ടന്മാരായിരുന്നു, യഹോവയുടെ മുമ്പാകെ മഹാപാപികളായിരുന്നു. 18:20 നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി 18:20 സോദോമിൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായിരുന്നു. അതായത് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, മഹാപാപികളായിട്ടുള്ള ആളുകൾ, അവരുടെ പാപം അതികഠിനമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ദേശത്തേക്കാണ് ലോത്ത് എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന സമയത്തൊക്കെയും പറയാറുണ്ട്, ശുദ്ധമായ പാല്. ആ ശുദ്ധമായ പാലിലേക്ക് ശുദ്ധമായ വെള്ളം ചേർത്താൽ ഈ പാൽ എങ്ങനെയിരിക്കും? പാലും ശുദ്ധമാണ്, വെള്ളവും ശുദ്ധമാണ്. പക്ഷേ ഇത് തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ പാലാണോ എന്ന് ചോദിച്ചാൽ പാലാണ്, വെള്ളമാണോ എന്ന് ചോദിച്ചാൽ വെള്ളവുമാണ്. ഒരർത്ഥത്തിൽ നമുക്കൊരു പരുവത്തിൽ പാലും വെള്ളം എന്നൊക്കെ പറയും. രണ്ടും ശുദ്ധമാണ് എന്ന് പറയുമ്പോഴും ഈ ശുദ്ധികൾ തമ്മിൽ ചേരുമ്പോൾ പോലും ഒന്നിന് അതിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ തനിമ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ദൈവീക അനുഗ്രഹങ്ങളെ പ്രാപിച്ച അബ്രഹാമിനോട് ചേർന്ന് ഇതേവരെയും ദൈവീക ജീവിതം നയിച്ച ഒരു വ്യക്തി തൻ്റെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നല്ല ദേശമാണ് എന്ന് കരുതി എത്തപ്പെട്ട ഈ ദേശത്തെത്തുമ്പോൾ ഉള്ള സാധ്യത നല്ലവനായി തുടരാനാണോ അല്ലെങ്കിൽ ദുഷ്ടനായി മാറാനുള്ള സാധ്യതയാണോ ഉള്ളത്? നീതിമാനാകാനുള്ള സാധ്യതയാണോ അല്ലെങ്കിൽ നീതി കെട്ടവനായിട്ട് മാറാനുള്ള സാധ്യതയാണോ ഉള്ളത്? നാം ഒക്കെയും നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാതെ നമ്മൾ നടത്തുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യം ദൈവമില്ലാതെ, ദൈവഹിതം അറിയാതെയുള്ള ജീവിത സാഹചര്യമാണ് എങ്കിൽ നമ്മൾ എത്തപ്പെടുന്നതായിട്ടുള്ള ദേശം, നമ്മൾ പാർക്കുന്നതായിട്ടുള്ള ദേശം ഏത് ദേശമാണ് എന്നറിയാമോ? ആ ദേശത്തിന് വിളിക്കാവുന്ന പേര് സോദോം ഗോമോറ എന്നുള്ളതാണ്. അന്നേരം ഇവിടെ ദൈവദൂതന്മാർ ലോത്തിനോട് കൽപ്പിക്കുകയാണ്, ജീവരക്ഷയ്ക്കായിട്ട് നീ ഓടിപ്പോകണം. കാരണം സകലവിധമായിട്ടുള്ള അധാർമികതയും തഴച്ചു വളരുന്ന മണ്ണിലാണ് നീ ചവിട്ടി നിൽക്കുന്നത്. നിനക്ക് അധികകാലം ഇവിടെ നേരെ ചൊവ്വേ ജീവിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണിനോട് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പെണ്ണിനോട് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ദേശം ദൈവദൂതന്മാർ എത്തുന്ന സമയത്ത് അവരോട് പോലും അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ വെമ്പൽ കൊള്ളുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും.
സോദോം ഗോമോറയുടെ ചിത്രം വളരെ വ്യക്തമാണ്. ഈ ഗോമോറ അല്ലെങ്കിൽ സോദോം ദേശത്തിൻ്റെ ഒക്കെയും ചിത്രം വളരെ വ്യക്തമാണ്. ആ ദേശത്താണ് ലോത്ത് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവദൂതന്മാർ പറയുകയാണ്, ലോത്തെ നീ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോണം. ഈ ലോത്തിന് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്നതായിട്ടുള്ള ഒരു അബ്രഹാമിനെയും നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം ദൈവദൂതന്മാരോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വിലപേശൽ പോലെ ഇങ്ങനെ ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ നശിപ്പിക്കുമോ? ഈ ദേശമൊക്കെയും തീയും ഗന്ധവും ഇറക്കി നീ നശിപ്പിക്കുമ്പോൾ ദുഷ്ടന്മാരോടുകൂടി നീതിമാന്മാരെയും നശിപ്പിക്കുക. ഈ ദേശത്ത് കുറച്ചൊക്കെ നീതിമാന്മാരുണ്ടെങ്കിൽ അവരും ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അബ്രഹാം തന്നെ പറയുകയാണ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അത് കഴിഞ്ഞിട്ട് അല്പം സംശയം 50 കാണുമോ? അല്പം കൂടി താഴോട്ട് പോയി, എത്രയാണ്? 50 നീതിമാന്മാരുണ്ട് എങ്കിൽ നശിപ്പിക്കുമോ? 45 നീതിമാന്മാരുണ്ട് എങ്കിൽ നശിപ്പിക്കുമോ? 40 ഉണ്ട് എങ്കിൽ നശിപ്പിക്കുമോ? 30 ഉണ്ട് എങ്കിൽ നശിപ്പിക്കുമോ? വേണ്ട, 20 നീതിമാന്മാരെങ്കിലും ഉണ്ട് എങ്കിൽ നശിപ്പിക്കുമോ? പിന്നെ അല്പം കൂടെ താത്തി 10 നീതിമാന്മാരെങ്കിലും ഉണ്ട് എങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നേരം അബ്രഹാമിൻ്റെ മനസ്സിലും ഒരു ചിന്തയുണ്ട്, 10 പേരെങ്കിലും ഈ ദേശത്ത് നേരെ ചൊവ്വേ അല്പമൊക്കെ നന്നായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടായേക്കാം, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അബ്രഹാമിനും തോന്നിയേക്കാം. തോന്നാനുള്ള കാരണം എന്തായിരിക്കാം? ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്, അബ്രഹാമിനോട് ചേർന്ന് ജീവിതം നയിച്ച ദൈവിക അനുഗ്രഹങ്ങളെ പറ്റി വലിയ ബോധ്യമുള്ളതായിട്ടുള്ള ലോത്താണ് ഈ ദേശത്തേക്ക് വന്നിരിക്കുന്നത്. ലോത്തിനോടൊപ്പം ഈ ദേശത്ത് വന്നാണോ അതിനു മുമ്പാണോ ഒരു ഭാര്യയും ഉണ്ട്. ലോത്തിന് 2 മക്കളും പെൺമക്കളും ഉണ്ട്. അവർ തന്നെ 4 പേരായി. നിശ്ചയമായിട്ടും ഓരോരുത്തരെ വെച്ച് കൂട്ടിയാൽ തന്നെ 8 പേരായി. പിന്നെ ആരെങ്കിലും ഒരു 2 പേരുണ്ടെങ്കിൽ 10 പേരെ തികച്ചെടുക്കാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കാം. ഇവിടെ തീയും ഗന്ധവും ഇറക്കി നശിപ്പിക്കുന്ന സമയത്ത് ലോത്ത് കുറേ മനുഷ്യരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യയെയും പെൺമക്കളെയും ആ പെൺമക്കളോടുകൂടി തൻ്റെ മരുമക്കളെയും രക്ഷിക്കുവാൻ തക്കവണ്ണം ലോത്ത് ശ്രമിക്കുന്ന സമയത്ത് ഈ മരുമക്കൾ ഇവൻ പറയുന്നത് പൊട്ടവാക്കായിട്ട് കളിവാക്കായിട്ട് പറഞ്ഞുകൊണ്ട് അവനെ ആക്ഷേപിച്ച് വിടുന്നതായിട്ടുള്ള ഒരു ചിത്രവും നമുക്ക് കാണുവാൻ കഴിയും. ഫലത്തിൽ 4 പേർ മാത്രമേ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മളൊക്കെയും പാപത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ നമ്മൾ ഓടിപ്പോകണം. എവിടെ നിന്നും? സോദോം ഗോമോറയിൽ നിന്നും ഓടിപ്പോകണം. എന്തിനു വേണ്ടി? ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. ജീവനെ രക്ഷിക്കണം. സകലതും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് യാതൊരു പ്രയോജനവുമില്ല. നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കാറുണ്ട്, തട്ടിപ്പറിക്കാറുണ്ട്. വെട്ടിപ്പിടിക്കുകയും തട്ടിപ്പറിക്കുകയും ചെയ്യുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ വെട്ടിപ്പിടിച്ചതോ തട്ടിപ്പറിച്ചതോ ഒന്നും നമ്മളെ രക്ഷിക്കുകയില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക് പല വ്യക്തികളും എത്തിപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അന്നേരം നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കണം. ദൈവത്തെ വലിയ ആദായമായിട്ട്, ദൈവത്തെ തന്നെ വലിയ സമ്പത്തായിട്ട് കരുതുവാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഓട്ടങ്ങളും സഞ്ചാരവും എന്നുള്ളത്. ഇവിടെ ഓടിപ്പോകുവാൻ തക്കോണം സകലവിധമായിട്ടുള്ള ദുർനടപ്പിൽ നിന്നും അധാർമികതയിൽ നിന്നും, ഈ ദുർനടപ്പും അധാർമികതയും ഒക്കെയും ദൈവത്തിൽ നിന്നും അന്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്നും ഓടിപ്പോകുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ കർത്താവ് തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, ലൂക്കോസ് 17, 27, 28, 29 അധ്യായങ്ങളിൽ വാക്യങ്ങളിൽ 2 കാലത്തെ പറ്റി സൂചന നൽകുന്നു. യുഗാന്ത്യത്തെ പറ്റി അല്ലെങ്കിൽ ലോകത്തിൻ്റെ അന്ത്യത്തെ പറ്റിയൊക്കെയുള്ള സൂചന നൽകുമ്പോൾ 2 കാലങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് നോഹയുടെ കാലമാണ്. ലൂക്കോസ് 17, 27 നോഹയുടെ കാലത്തെ പറ്റി പറയുന്നു. എന്താ പറയുന്നത്? അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു.
പക്ഷേ ഒരു പ്രളയം വന്ന് മൂടുന്നത് അവര് അറിയാതെ പോയി എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പ്രളയം വന്ന് അവരെ മുടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഒരു പ്രളയം വന്ന് മൂടുന്നത് വരെ അവർ ചെയ്തത് എന്താണ് എന്നുള്ളത് കാണാൻ കഴിയും. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നമ്മളൊക്കെയും ചെയ്യുന്ന കാര്യമല്ലേ? തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, വിവാഹം കഴിക്കുന്നു, കഴിപ്പിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ? ഒരു പ്രളയം വന്ന് മൂടുമ്പോൾ അറിയാതെ പോകുമോ എന്നുള്ളതാണ്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഈ പെട്ടകം അല്ലെങ്കിൽ നമ്മൾ മുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നോഹ പെട്ടകം നിർമ്മിച്ചതായിട്ടുള്ള സമയത്ത്, ഇത്രയും വലിയ പെട്ടകം നിർമ്മിച്ചപ്പോൾ എത്ര ആളുകൾ ഈ നോഹയെ സഹായിച്ചിരിക്കാം. പക്ഷേ ഈ പെട്ടകത്തിൽ രക്ഷപ്പെടുവാൻ ഈ സഹായിച്ച പാർട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എത്ര പേര് രക്ഷപ്പെട്ടു? എത്ര മനുഷ്യർ രക്ഷപ്പെട്ടു? എത്ര പേര് രക്ഷപ്പെട്ടു? ഉൽപ്പത്തിയൊക്കെ നമ്മൾ എന്നും വായിക്കുന്ന ഒരു പുസ്തകമല്ലേ? നോഹയും ഭാര്യയും അവരുടെ മക്കളും പ്രിയപ്പെട്ടവരും, ആകെ 8 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു പ്രളയം വന്ന് മൂടുന്നത് അവര് അറിയാതെ പോയി എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ആഹ്ലാദങ്ങളിൽ മതിമറന്ന് ജീവിക്കുമ്പോൾ പ്രളയം വന്ന് മൂടുന്നത് അറിയാതെ പോയതായ ഒരു ജനമാണ് നോഹയുടെ കാലത്ത് കാണുന്നത്. രണ്ടാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 29-ാം വാക്യത്തിൽ ലോത്തിന്റെ കാലത്തെ പറ്റിയും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? തീ ഇറങ്ങി അവരെ മുടിച്ചു കളഞ്ഞു. അവരും തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. അവരും നമ്മളൊക്കെയും ചെയ്യുന്നത് പോലെ തിന്നു, കുടിച്ചു, വിറ്റു, നട്ടു, പണിതു, ഇതൊക്കെയും ചെയ്ത് പോന്നു. പക്ഷേ തീ ഇറങ്ങി നശിപ്പിച്ചപ്പോൾ അവരൊക്കെയും, അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആഹ്ലാദങ്ങളിൽ മതിമറന്ന് ജീവിക്കുമ്പോൾ വരുന്ന അപകടം തിരിച്ചറിയാതെ പോകുമ്പോൾ ഈ അപകടത്തിന്, ഈ ദുരന്തത്തിന് നമ്മൾ ഇരയായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം യഹോവയായ ദൈവം അല്ലെങ്കിൽ ദൈവദൂതന്മാർ വഴി ലോത്തിനോട് ആഹ്വാനം ചെയ്തതുപോലെ നമ്മോടും പറയുകയാണ്, ജീവരക്ഷയ്ക്കായിട്ട് ഓടുക, പർവ്വതത്തിലേക്ക് ഓടണം, നീ എങ്ങോട്ടും നോക്കുവാൻ പാടില്ല. പലപ്പോഴും നമ്മൾ താൽക്കാലികമായ പലതും നേടുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ആളുകളാണ്. താൽക്കാലികമായിട്ടുള്ള പലതും നേടുമ്പോൾ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ താൽക്കാലികത്തിന് വേണ്ടി നിത്യമായത് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. താൽക്കാലികമായ പലതും നേടാം, പക്ഷേ താൽക്കാലികമായ നേടുമ്പോൾ നിത്യമായത് നമുക്ക് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന സമയത്തൊക്കെയും പറയുന്ന ഒന്നാണ്, നമുക്ക് പണം കൊടുത്ത് മെത്ത വാങ്ങിക്കാം, പക്ഷേ ഉറക്കം വാങ്ങിക്കുവാൻ പറ്റില്ല. പണം കൊടുത്ത് മരുന്ന് വാങ്ങിക്കാം, പക്ഷേ പണം കൊടുത്ത് ആരോഗ്യം വാങ്ങിക്കാൻ പറ്റുമോ? പണം കൊടുത്ത് വാച്ച് വാങ്ങിക്കാം, പക്ഷേ സമയം വാങ്ങിക്കാൻ പറ്റുമോ? പണം കൊടുത്ത് പലതും വാങ്ങിക്കാം. പണം ജീവിക്കുവാൻ ആവശ്യമാണ്, പണമില്ലാതെ ഒന്നും ജീവിക്കുവാൻ പറ്റില്ല. പക്ഷേ പണം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് കരുതുന്നത് വലിയ മൂഢതയാണ് എന്നുള്ളതാണ്. പണത്തിനപ്പുറമായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സമ്പാദിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. കൂട്ടി കുന്നോളം കൂട്ടി നമുക്ക് മക്കൾക്ക് കൊടുക്കാം. പക്ഷേ ഈ കുന്നോളം കൂട്ടുമ്പോൾ ആ കുന്നിന് പുറത്ത് ദൈവത്തെ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവവിശ്വാസത്തിൻ്റെ ഒരു തിരി പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു തിരി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മക്കളെ അവരെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കഥയില്ല എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഭവനങ്ങളിലൊക്കെ ചെല്ലാൻ നേരത്ത് വലിയ വലിയ ക്രിസ്ത്യാനികളും മാർത്തോമാ ശ്ലീഹ നേരിട്ട് വന്ന് സ്നാനപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആളുകൾ ഉൾപ്പെടെ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കാം, കിഴക്ക് ഏതാണ് എന്ന് ചോദിക്കേണ്ടി വന്നാൽ ആളുകൾ നിന്ന് വട്ടം കറങ്ങുന്നത് കാണാറുണ്ട്. നേരം ഒരുപക്ഷെ അവരുടെ തിയോളജി ഇതായിരിക്കാം, സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്, അതുകൊണ്ട് ഏത് ദിശയിലേക്ക് നിന്നാലും നോക്കിയാലും പ്രാർത്ഥിച്ചാലും ആര് കേൾക്കും? ദൈവം കേൾക്കും, ദൈവം കാണും.
പക്ഷെ നമ്മളൊക്കെയും ചിന്തിക്കേണ്ടത്, ഒരു വീട്ടിൽ കിഴക്കറിയാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം രണ്ടാണ്. കിഴക്കറിയാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം രണ്ടാണ്. ഒന്ന്, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരും തന്നെയും എഴുന്നേൽക്കുന്നില്ല എന്നുള്ളത്. രണ്ട്, അവിടെ പ്രാർത്ഥനയില്ല എന്നുള്ളത്. ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആഹ്ലാദങ്ങളിൽ മതിമറന്ന് നമ്മൾ ജീവിക്കുമ്പോൾ പ്രളയം വന്ന് മൂടും എന്നുള്ളതാണ്. തീയും ഗന്ധവും ഇറക്കി നമ്മെ സംഹരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. 2 കൊരിന്ത്യർ 4:16 നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. നേരം കാണുന്നതല്ല, മറിച്ച് കാണാത്തതിന് വേണ്ടി നമ്മൾ ആയണം എന്നുള്ളതാണ്. നേരം ഇവിടെ ഇവർ പാപത്തിൻ്റെ അധാർമികതയുടെ അവസ്ഥയിലായിരുന്നു. അവര് പാപം ചെയ്തു എന്ന് മാത്രമല്ല, പാപത്തിൽ പ്രശംസിച്ചു, പാപത്തെ പരസ്യമാക്കി എന്നുള്ളതാണ്. സോദോം ഗോമോറയെ പറ്റിയുള്ള ഒരു സൂചന നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3:9 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്ന യെശയ്യാവ് 3:9. യെശയ്യാവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, സോദോം പോലെ തങ്ങളുടെ പാപത്തെ നിങ്ങൾ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നില്ല, തങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുന്നു. അന്നേരം സോദോം ഗോമോറയെ പറ്റിയുള്ള ഒരു സൂചന തന്നെ ലഭിക്കുകയാണ്. അന്നേരം നിങ്ങൾ സോദോം ഗോമോറക്കാരെ പോലെയാണ്. നിങ്ങൾ പാപം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപത്തെ നിങ്ങൾ മറയ്ക്കുന്നില്ല, അതിനെ പരസ്യപ്പെടുത്തുന്നു എന്നുള്ള. സ്വാഭാവികമായിട്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് 4 പേരറിഞ്ഞാൽ ലജ്ജ ഉണ്ടാകണം. പക്ഷെ ലജ്ജ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ബാനർ അടിച്ച് മൈക്കിൽ കൂടി ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും, ഞാൻ ഇന്നത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ. അന്നേരം പാപം ചെയ്യുകയും ചെയ്ത പാപം പരസ്യമാക്കി അതിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. പലപ്പോഴും നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ എന്താണ് നല്ലത് എന്താണ് തീയത് എന്നതിനെപ്പറ്റി തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡിസേൺമെൻറ്റ് എന്നുള്ള ഒരു വാക്കുണ്ട്. ഡിസേൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്നുള്ള ആ ഒരു അറിവും ബോധ്യവും ആണ് എന്നുള്ളതാണ്. അന്നേരം നല്ലതേത് തീയതേത് എന്നുള്ളതാണ്. കാഴ്ചയിലെ മനോഹാരിതയല്ല, കേൾവിയിലെ മനോഹാരിതയല്ല, സ്പർശനത്തിൻ്റെ ഒരു സംതൃപ്തിയല്ല, മറിച്ച് അതിനപ്പുറമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ്. പൂർവീക പിതാക്കന്മാർ കാട്ടിത്തന്നതായിട്ടുള്ള സത്യത്തിൻ്റെ വഴി തിരിച്ചറിയുവാൻ സാധ്യമാകണം എന്നുള്ളതാണ്. നമ്മൾ കുർബാനക്രമത്തിൽ കുംഭസാരക്രമം അതിൻ്റെ പേജുകൾ എടുക്കാൻ നേരത്ത് പ്രതികാരത്തിനായിട്ട് സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. പ്രതികാരത്തിനായിട്ട് സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് സോദോമ്യ പാപം എന്നുള്ളത്. ഒന്ന് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ്. ഒരാളിനെ അറിയാതെ കൊല്ലുന്നതല്ല, അറിയാതെ കൊന്നു എന്നുള്ളത് കൊണ്ട് കൊലയ്ക്ക് നീതീകരണമില്ല എങ്കിൽ കൂടിയും കരുതിക്കൂട്ടി കൊലപാതകം പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപമാണ്. രണ്ടാമതായിട്ട് സോദോമ്യ പാപമാണ്. ആണിനോട് പെണ്ണിനോട് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നതിനെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു അംബർല ടേമാണ് സോദോമ്യ പാപം എന്നുള്ളത്. 3 സാധുക്കളെ പീഡിപ്പിക്കുന്നതാണ്. 4 വേലക്കാരൻ്റെ കൂലി കൊടുക്കാതെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവരക്ഷയ്ക്കായിട്ട് ഓടണം, അധാർമികത വിട്ട് ഓടണം. ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലക്ഷ്യം കേന്ദ്രമാക്കിക്കൊണ്ട് അതിനായിട്ട് ഓടണം എന്നുള്ള. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് തിരിഞ്ഞു നോക്കരുത് എന്നുള്ളതാണ്. ഡു നോട്ട് ലുക്ക് ബാക്ക്, തിരിഞ്ഞ് നോക്കരുത്. നമ്മൾ സാധാരണ പറയാറുണ്ട് വന്ന വഴി മറക്കരുത് എന്നുള്ളതാണ്. വന്ന വഴി മറക്കരുത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ അതിന് വിരുദ്ധമായിട്ടല്ലേ പറയുന്നത്? വന്ന വഴി മറക്കണം അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കരുത് എന്നല്ലേ പറയുന്നത്? നേരം വന്ന വഴി, നമ്മൾ പഴയ കാലത്തെ പറ്റിയൊക്കെ നമുക്ക് അറിവും ബോധ്യവും ഒക്കെ ഉണ്ടായിരിക്കണം. അത് നല്ല വഴിയാണ് എങ്കിൽ ആ വഴി മറക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാല ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി ഇന്ന്
ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അല്പം കൂടി സമാധാനത്തോട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധ്യമാകുമ്പോൾ വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ലോത്തിനോട് ആവശ്യപ്പെടുകയാണ്, നീ പിന്നിടുന്നതായിട്ടുള്ള വഴി, ആ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കരുത്. കാരണം എന്താ? നീ വന്നതായിട്ടുള്ള വഴി പാപത്തിൻ്റെ വഴിയാണ്, പാപത്തിൻ്റെതായിട്ടുള്ള വഴിയാണ്. ആ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്താ സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? സാധാരണയൊക്കെ നമുക്ക് പരിചിതമാണ്. വലിയ ചികിത്സയും പ്രാർത്ഥനയൊക്കെ നടത്തി മദ്യപാനം ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. അവർ നല്ല മനുഷ്യരായി മാറിക്കഴിഞ്ഞാലും കുറേ ആളുകൾ അവരെ പിടിച്ച് പിന്നെയും പഴയതിലോട്ടിടും. എന്താ ചെയ്യുക? അദ്ദേഹത്തെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുക, ഇല്ലേ? പിടിച്ചു നിൽക്കാതെ ഇദ്ദേഹം പഴയതിലും അല്പം കൂടി മെച്ചമായിട്ടുള്ള കുടിയനായിട്ട് മാറും എന്നുള്ളതാണ്. പുറകോട്ട് നോക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെയും നമുക്ക് ചിലതിനോട് വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. നമ്മളെ ചില 2-3 വാക്കുകൾ കണക്റ്റഡ്, ബന്ധിതമാണ്. നമ്മുടെ ജീവിതം നമ്മൾ പലതിനോടും ബന്ധിതമാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കംഫർട്ട് സോൺ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, സുഖപ്രദം എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ. അതേസമയം തന്നെ കോൺഫിഡൻസ് നമുക്ക് ചില കാര്യങ്ങൾ വലിയ ആത്മവിശ്വാസവും അമിത വിശ്വാസവും ഒക്കെ സമ്മാനിക്കാറുണ്ട്. ഇവിടെ ലഭിച്ചതായിട്ടുള്ള സമ്പത്ത്, ഈ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ പഴയതിലേക്ക് നോക്കിയാൽ പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. അന്നേരം പുറകോട്ട് നോക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നിട്ടതായിട്ടുള്ള വഴി പാപത്തിൻ്റെ വഴിയാണ് എങ്കിൽ ആ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പാപത്തിലേക്ക് പിന്നെയും തിരികെ ചേരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്ന സമ്പത്ത് മാത്രമല്ല, പാപത്തോടുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാ അറ്റാച്ച്മെൻറ്റും ഉപേക്ഷിക്കുവാൻ തക്കവണ്ണമാണ് തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നത്. കർത്താവ് അന്ത്യനാളിനെ പറ്റി അല്ലെങ്കിൽ യുഗാന്ത്യത്തെ പറ്റിയൊക്കെയും പരാമർശിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വ്യക്തിയാണ് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ലോത്തിൻ്റെ ഭാര്യ ചെയ്തതായിട്ടുള്ള ഒരു തെറ്റെന്താണ്? അല്ലെങ്കിൽ ചെയ്തതായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് ലോത്തിനെ കെട്ടിയതാണോ? ലോത്തിനെ വിവാഹം കഴിച്ചതൊന്നും അല്ല തെറ്റ്, മറിച്ച് ലോത്തിനോടൊപ്പം യാത്ര ചെയ്തു, അതും തെറ്റല്ല. പക്ഷേ ഈ യാത്രയിൽ പറഞ്ഞതായ ഒരു കാര്യം ലംഘിച്ചു. പുറകോട്ട് നോക്കുവാൻ പാടില്ല എന്നുള്ളതായ കൽപ്പന ലോത്തിൻ്റെ ഭാര്യ തെറ്റിച്ചു. ഈ യാത്രയിൽ ലോത്തിനോടൊപ്പം നമ്മളായിരുന്നോ എങ്കിൽ നമ്മൾ പുറകോട്ട് നോക്കുമായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ചോദ്യം. നമ്മൾ യാത്ര ചെയ്യുക, ജീവരക്ഷയ്ക്കായിട്ട് നമ്മൾ ഓടുകയാണ്. പാപത്തിൻ്റെ അവസ്ഥ വിട്ടുകൊണ്ട് നമ്മൾ ഓടുകയാണ്. നമ്മൾ പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓടുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓടുന്നത്. നമ്മൾ നേടിയതും തട്ടിപ്പറിച്ചതും നമ്മളുടെ സ്ഥാനമാനങ്ങളും സകലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, സോദോം ഗോമോറ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം അന്യമായിക്കൊണ്ട് ഓടുമ്പോൾ ഇവർ തിരിഞ്ഞു നോക്കിയതിൽ നമുക്ക് തെറ്റു പറയുവാൻ പറ്റുമോ? മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് അത്ര കണ്ട് തെറ്റു പറയുവാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ നീ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വലുതാണ് നീ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള നിന്റെ ജീവൻ എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടുള്ളതല്ല, മറിച്ച് നിത്യമായിട്ടുള്ളത് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഓട്ടത്തിൽ നീ നിത്യമായത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായിട്ടുള്ള നേടുവാനോ നിലനിർത്തുവാനോ ശ്രമിക്കുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ നമുക്ക് ഒരു സൂചകമായിട്ട് നിൽക്കുകയാണ്. ലോത്തിൻ്റെ ഭാര്യ നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. കർത്താവ് അന്ത്യനാളിനെ പറ്റി പറയുകയാണ്, നിങ്ങൾ ഒരുക്കത്തോടു കൂടി ആയിരിക്കണം, നിങ്ങൾ ഓർത്തുകൊള്ളണം. ആരെ ഓർക്കണം? ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. നേരം ഈ ഓട്ടത്തിൽ ലോത്തിനോടൊപ്പം അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ 2 പെൺമക്കളുമുണ്ട്. 5-മതൊരാളിനെയും കൂട്ടുവാൻ ലോത്തിന് സാധിച്ചില്ല. നീതിമാനായിട്ട് അബ്രാമിനോടൊപ്പം ജീവിച്ച് ഇത്രയും കാലം ഈ ദേശത്ത് ജീവിച്ചിട്ടും തൻ്റെ കുടുംബത്തിന് പുറത്ത് ഒരാളിനെ പോലും കൂടെ കൂട്ടുവാൻ ലോത്തിന് കഴിയാതെ പോയി എന്നുള്ളത് ലോത്തിൻ്റെ ഒരു പരാജയമാണ്. എന്നാൽ ദൈവദൂതൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ ഓടുന്ന ഓട്ടത്തിൽ
നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ കുറിച്ചോർത്ത് വ്യഥയോടുകൂടി തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യയും നമുക്ക് മുമ്പിൽ വലിയ ഒരു അടയാളമായിട്ട്, സൂചനയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഓട്ടത്തിൽ ലോത്തിനോടൊപ്പം ഭാര്യയുണ്ട്. പക്ഷേ ശരീരം കൊണ്ട് ഓടുന്നു എങ്കിൽ കൂടിയും ലോത്തിൻ്റെ ഭാര്യയുടെ മനസ്സ് എവിടെയാണ്? ലോത്തിൻ്റെ ഭാര്യയുടെ മനസ്സ് ഇപ്പോഴും സോദോം ഗോമോറയിൽ തന്നെ ആണ്. ഇന്നേ ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിങ്ങളൊക്കെയും എന്നോടൊപ്പം ഈ ദേവാലയത്തിൽ, പരിശുദ്ധമായ ദേവാലയത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെയും മനസ്സ് ചിലരുടെയെങ്കിലും കുറച്ച് നേരത്തേക്കൊക്കെ വീട്ടിൽ പോയിട്ടില്ലേ? നിങ്ങൾ യാത്ര ചെയ്ത് വന്നതായിട്ടുള്ള കാറ് ലോക്ക് ചെയ്തോ എന്നുള്ള ഒരു സംശയം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? നേരം നമ്മളൊക്കെയും പലപ്പോഴും ലോത്തിൻ്റെ ഭാര്യയെ പോലെയൊക്കെ തന്നെയാണ്. നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ചിലത് നേടുവാൻ തക്കവണ്ണം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതിലും വലിയ സമ്പത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരുതോണിയിൽ യാത്ര ചെയ്യുവാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇരുതോണിയിൽ യാത്ര ചെയ്യുവാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4:4 നമ്മൾ വായിക്കുന്നുണ്ട്, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതരാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ദൈവത്തോട് അടുത്ത് ചെല്ലാതെ ഇരുന്നാൽ ദൈവം നമ്മിൽ നിന്നും അന്യമായി പോകും എന്നുള്ളതാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കണം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും എന്നുള്ളതാണ്. നേരം കൊലോസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദുർനടപ്പ്. കൊലോസ്യർ 3:5-6 വാക്യങ്ങൾ. കൊലോസ്യർ 3:5-6 വാക്യങ്ങൾ. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇതൊക്കെ ഉണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കണം. കാരണം എന്താ? അത് അനുസരണം കെട്ടവരുടെ പ്രത്യേകതയാണ് ഇതൊക്കെ. ഇതൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അനുസരണം കെട്ടവരാണ്. ഈ വക നിമിത്തം അനുസരണം കെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം വരുന്നു എന്നുള്ളതാണ്. അന്നേരം ലോകപ്രകാരമുള്ള മോഹങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെയും ചിന്തിച്ചു കഴിഞ്ഞാൽ പാപവുമുണ്ട്, നന്മയുമുണ്ട്, നല്ലതുമുണ്ട്, തീയതുമുണ്ട്. നമുക്ക് നന്മ ചെയ്യുവാനാണോ സാധ്യത ഏറെ, തിന്മ ചെയ്യുവാനാണോ സാധ്യത? ഏതാണ് സാധ്യത ഏറെ എന്ന് ഉള്ളത് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ നന്മ ചെയ്യുവാനുള്ള സാധ്യത താരതമ്യേന കുറവായിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ? പാപത്തിനൊരു വശ്യതയുണ്ട് എന്നുള്ളതാണ്. എന്താ? പാപത്തിനൊരു വശ്യതയുണ്ട്. നേരം ഒരു തവണ കുഴപ്പമില്ല, 2 തവണയാവുമ്പം അല്പം കൂടി ഒരു മടി മാറും, 3ആവുമ്പം ഒട്ടും മടിയില്ല, പിന്നീട് അത് പാപത്തിലേക്ക് വീണു പോകും എന്നുള്ളതാണ്. പാപത്തിന് അതിൻ്റേതായിട്ടുള്ള വശ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ദുരന്ത നാടകമാണ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. ദ ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയതായിട്ടുള്ള ഒരു ദുരന്ത നാടകമാണ് ഡോക്ടർ ഫോസ്റ്റസ്. ഈ ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള ആൾ തന്നെയാണ്, ടൈറ്റിൽ കഥാപാത്രം തന്നെയാണ് അതിൻ്റെ മെയിൻ റോളിൽ ഉള്ളത്. ഈ മനുഷ്യൻ ലോകത്തിൻ്റെ സർവ്വവിധ അറിവുകളും ജ്ഞാനങ്ങളും ഒക്കെയും നേടി. എല്ലാവിധമായിട്ടുള്ള പാണ്ഡിത്യമുണ്ട്. ഏത് സമയത്ത് ഏതുറക്കത്തിലും ഇയാളിനെ വിളിച്ചു ചോദിച്ചാൽ ഏത് ചോദ്യത്തിനും ഉത്തരം പറയുവാൻ തക്കവണ്ണം അയാൾക്ക് അറിവും ജ്ഞാനവും എല്ലാം ഉണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ എല്ലാ ജ്ഞാനവും നേടി എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അദ്ദേഹം വലിയ നിരാശയിലേക്ക് ഓരോ ദിവസം കഴിയും തോറും പോവുകയാണ്. അദ്ദേഹം തന്നെ ചിന്തിക്കുക, എല്ലാം അറിയാം, എല്ലാം നേടി, എല്ലാ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിൽ കൂടിയും മനസ്സിനൊരു സന്തോഷം ഇല്ല എന്നുള്ളതാണ്, ഒരു തൃപ്തി ഇല്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അന്നേരം ആളിനെ അദ്ദേഹം ആദ്യം തിരിച്ചറിയുന്നൊന്നുമില്ല. അദ്ദേഹം വന്ന് ചോദിക്കുന്ന ചോദ്യം,
ലോകത്തിലെ എല്ലാം തന്നെയും നേടി. സ്ഥാനമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലാ അറിവുമുണ്ട്, പക്ഷേ ജീവിതത്തിന് ഒരു തൃപ്തിയില്ല. നിങ്ങൾ നിരാശയിലാണ് എന്ന് പറയുകയാണ്. ഈ വാചകം കേട്ട സമയത്ത് തന്നെ ഈ മനുഷ്യന് ഈ പറഞ്ഞ ആളിനോട് വലിയ സ്നേഹവും ആദരവും തോന്നി. കാരണം ഞാൻ ആരോടും പറയാത്ത ഒരു കാര്യം എൻ്റെ മുഖത്ത് നോക്കി ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു. സംസാരിച്ച് സൗഹൃദത്തിലായി. എന്നിട്ട് ഈ വന്ന മനുഷ്യൻ പരിചയപ്പെടുത്തി, ഞാൻ സാത്താൻ്റെ ഒരു ദൂതനാണ്. പക്ഷെ അതിനിടയിൽ ഈ ഡോക്ടർ ഫോസ്റ്റസിൻ്റെ വിശ്വാസം നേടിയെടുക്കുവാൻ ഈ മനുഷ്യന് സാധിച്ചു. അവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് പോയി. ഈ എഗ്രിമെൻ്റ് എന്നുള്ളത്, ഉടമ്പടി എന്നുള്ളത് രക്തം കൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇതാണ്: ഞാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഒരു കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ തന്നെ എൻ്റെ മുമ്പിൽ എത്തും. ഇനിയുള്ള ജീവിതത്തിൽ ഉടനീളം സന്തോഷം വളരെ കൂടുതലായിട്ട് എനിക്ക് ലഭിക്കും. പക്ഷേ എഗ്രിമെൻ്റ് ഇതാണ്: അടുത്ത 24 വർഷത്തേക്ക് ഈ മനുഷ്യൻ്റെ ആത്മാവിനെ സാത്താന് പണയം വെക്കണം. എന്താ? 24 വർഷത്തേക്ക് സാത്താന് ആ മനുഷ്യൻ്റെ ആത്മാവിനെ പണയപ്പെടുത്തണം. അത്തരത്തിൽ പണയപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ജീവിച്ച് ഏറ്റവും അവസാനം ഇല്ലാതെയായി എന്നുള്ള കഥ അതുകൊണ്ട് അവസാനിക്കുക. പക്ഷേ നമ്മളൊക്കെയും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളിലും പലപ്പോഴും എവിടെയൊക്കെയോ ലോത്തുണ്ട്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ എവിടെയൊക്കെയോ ലോത്തിൻ്റെ ഭാര്യയുണ്ട്. എവിടെയൊക്കെയോ ഈ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന കഥാപാത്രവും ഉണ്ട് എന്നുള്ളതാണ്. നേരം പുറകോട്ട് നോക്കുവാൻ പാടില്ല. കാരണം പുറകോട്ട് നോക്കുമ്പോൾ, പാപത്തിലേക്ക് തിരികെ പോകുമ്പോൾ നമ്മൾ അന്യമാക്കുന്നത് ദൈവത്തെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ പറയുകയാണ്, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായിട്ട് ലാക്കിലേക്ക് ഓടണം എന്നുള്ള ഭാരത്തോടു കൂടിയല്ല, ഭാരമില്ലാതെ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. ഭാരമില്ലാതെ ഓടുക എന്നുള്ളതാണ്. ഈ നിമിഷം മരിച്ചാലും യാതൊരു ഭാരവുമില്ലാതെ ഒരാളിന് മരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സമാധാനത്തോടു കൂടി മരിക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ്. അന്നേരം പരമവിളിയുടെ വിരുദിനായിട്ട് ഓടുവാൻ കഴിയും. മൂന്നാമതായിട്ട്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുവാൻ പാടില്ല. ജീവരക്ഷയ്ക്കായിട്ട് ഓടുമ്പോൾ പുറകോട്ട് നോക്കുവാൻ പാടില്ല. ഈ പ്രദേശത്തെങ്ങും നിൽക്കുവാൻ പാടില്ല. ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന ഇടങ്ങളിലൊക്കെയും പറയുന്ന ഒരു വേദഭാഗമാണ് 1-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ നമുക്ക് പരിചിതമായിട്ടുള്ള, കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ അറിയാവുന്നതാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അതിനെ പിൻപറ്റുന്നവൻ ഭാഗ്യവാനാണ്. അന്നേരം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. കാരണം എന്താ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ ഈ നടക്കുന്നവൻ ഈ ദുഷ്ടനേക്കാൾ വലിയ ദുഷ്ടനായി, മഹാദുഷ്ടനായി മാറും എന്നുള്ളതാണ്. പരിഹാസികളുടെ വഴിയിൽ നിൽക്കരുത്. മുമ്പേ പറഞ്ഞ വഴിയുടെ പ്രത്യേകതയാണ്. പരിഹാസികളുടെ വഴി അത് പാപത്തിൻ്റെ വഴിയാണ്. ഈ പാപത്തിൻ്റെ വഴിയിൽ നിന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണ്? ഈ പാപിയേക്കാൾ വലിയ പാപിയായി തീരും, മഹാപാപിയായി മാറും എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുകയാണ്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പരിഹാസികളെക്കാൾ വലിയ പരിഹാസിയായിട്ട് മാറും എന്നുള്ളതാണ്. സാധാരണ എപ്പോഴും പറയുന്ന ഇതാണ്: ഞങ്ങൾ അച്ഛന്മാരെ സാധാരണഗതിയിൽ നമസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥനാ സമയത്തല്ലാതെ വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ടാണ് നടക്കാറുള്ളത്, യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ എവിടെ ചെന്നാലും ബസ്സിലൊഴികെ എല്ലായിടത്തും സീറ്റ് കിട്ടാറുണ്ട്. സീറ്റും കിട്ടാറുണ്ട്. നേരം സീറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കയറി എവിടെയും ഇരിക്കില്ല. കാരണം എന്താ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചാടിക്കയറി എല്ലായിടത്തും ഇരിക്കില്ല. കാരണം ഈ കസേരയിൽ പൊടിയുണ്ടോ എന്നുള്ള, പള്ളിക്കകത്ത് കിടക്കുന്ന കസേരയെ സംബന്ധിച്ചല്ല പറയുന്നത് കേട്ടോ. ഈ കസേരയിൽ പൊടിയുണ്ട് എങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുപ്പായത്തിലും പൊടി പിടിക്കും എന്നുള്ള അറിവും ബോധ്യവും ഉള്ളത് കൊണ്ട് ചാടിക്കയറി ഇരിക്കില്ല. പൊടിയുണ്ട് എങ്കിൽ, സംശയമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വിരലും കൊണ്ട് 2 വര വരച്ചു നോക്കും. ഇങ്ങനെ ഈ ചെയറിൻ്റെ പുറത്ത് വരച്ചു നോക്കും. വര തെളിഞ്ഞാൽ അത് നൽകുന്ന സൂചന എന്താ? ഈ കസേരയിൽ വിരൽ കൊണ്ട് വരയ്ക്കാൻ നേരത്ത് ഈ വര തെളിഞ്ഞാൽ കസേരയിൽ അത്രത്തോളം പൊടിയുണ്ട്
ഇരിക്കുവാനുള്ള വര തലയിലില്ല എന്നാണ് ഈ വര തെളിഞ്ഞാലുള്ള ലക്ഷണം. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയുമരുത്. ഒരുവന്റെ നടപ്പും നിൽപ്പും ഇരിപ്പും അവനെ നിർവചിക്കുന്നതിന്, നിർണയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ മുന്നമേ പറഞ്ഞു, ഒരുവന്റെ ദേശം, ഒരുവന്റെ പേര്, ഒരുവന്റെ സ്ഥാനമാനങ്ങൾ അവനെ നിർവചിക്കുന്നതിന് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ ഒരുവന്റെ സ്വഭാവത്തെ നിർവചിക്കുന്നതിന് അവന്റെ നടപ്പും ഇരിപ്പും നിൽപ്പും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള വാക്കുകൾ അത് നല്ലത് വരണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഭാഷ നന്നായിട്ട് അറിയണം എന്നുള്ളത് മാത്രമാണോ? ഭാഷ നന്നായിട്ട് അറിയണം എന്ന് മാത്രമാണോ? അതുമാത്രമല്ല, മറിച്ച് ഉള്ളിൽ നന്മയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരാളിനെ, രോഗികളെ കാണാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന എന്താ? ഒരു വലിയ രോഗത്തിലിരിക്കുന്ന ഒരാളിനെ കാണാൻ പോകുമ്പോൾ സാധാരണ ഗതി നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ പറയുന്നത് ഇതാണ്: ഈ രോഗം അറിഞ്ഞ മറ്റേ ആള്, എനിക്കറിയാവുന്ന ആള് 2 മാസത്തിനുള്ളിൽ തട്ടിപ്പോയി എന്നാണ് പറയുന്നത്, ഇല്ലേ? ഈ രോഗിക്ക് എന്ത് ആശ്വാസമാണ് കൊടുക്കുന്നത്? നമ്മൾ കാണാൻ പോയത് എന്തിനാണ്? നമ്മൾ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ ഈ ആൾ അല്പം കൂടി സമാധാനത്തോടെ കുറേ കാലം കൂടിയെങ്കിലും ഈ വണ്ടി ഓടുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ആശ്വാസമാണ് കൊടുക്കുന്നത്? നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയണം. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾക്കൊരു ആശ്വാസം കൊടുക്കുവാൻ കഴിയണം. അത് നന്മയുടെ അടയാളമാണ് എന്നുള്ളതാണ്. അന്നേരം ഒരുവൻ്റെ നടപ്പ്, നിൽപ്പ്, ഇരിപ്പ് അവൻ്റെ സ്വഭാവത്തെ നിർവചിക്കുന്നു. അപ്രകാരം ഇവിടെ പറയുകയാണ്, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. കാരണം നിനക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ നീ ഓടണം. സങ്കീർത്തനക്കാരൻ 121 സങ്കീർത്തനം 1 വാക്യത്തിൽ, സമയബന്ധിതമായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 121 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഭക്തനായ ഒരു മനുഷ്യൻ്റെ ഒരു ചിത്രമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം മാത്രമല്ല. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഭക്തനായ, വിശ്വാസിയായ ഒരു മനുഷ്യൻ നടത്തുന്നതായ ഒരു പ്രാർത്ഥന കൂടി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിങ്കലേക്ക് എൻ്റെ കണ്ണുകൾ ഞാൻ ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ഞാൻ കണ്ണ് തുറന്ന് ചുറ്റുപാടും ഒക്കെ നോക്കാൻ നേരത്ത് ഞാൻ സഹായിച്ച പല പാർട്ടികളും തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നതായിട്ടുള്ള ആളുകൾ പലതും എന്നെ അറിയാത്തവരെ പോലെ നിൽക്കുകയാണ്. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയതായ യഹോവയിങ്കൽ നിന്ന് വരുന്നു. നേരം ഇവിടെ പർവ്വതം എന്ന് പറയുന്നത് ദൈവത്തെ പറ്റിയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, ഞാൻ എൻ്റെ കണ്ണ് ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൽ, ഈ വേദഭാഗത്ത് പറയുന്നത്. എന്നാൽ മറ്റൊരു സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 125 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഇവിടെ യഹോവയായ ദൈവത്തെ പറ്റി മാത്രമല്ല പർവ്വതം എന്ന് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ പോലും കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. അന്നേരം ജീവരക്ഷയ്ക്കായിട്ട് ഓടണം, പർവ്വതത്തിലേക്ക് ഓടണം എന്ന് പറയുമ്പോൾ നിന്റെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നീ ജീവരക്ഷയ്ക്കായിട്ടാണ് ഓടുന്നതെങ്കിലും നിന്റെ മുമ്പിലുള്ള ലക്ഷ്യം യഹോവയായ ദൈവമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് നോക്കുവാൻ, പാപത്തിൻ്റെ അവസ്ഥ വിട്ടാണ് ഓടുന്നതെങ്കിൽ ഈ ഓട്ടത്തിനിടയിൽ പുറകോട്ട് നോക്കുവാൻ പാടില്ല. കാരണം ഉപ്പ് തൂണായിട്ട് മാറും എന്നുള്ളതാണ്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ പ്രദേശത്തെങ്ങും നിൽക്കുവാൻ പാടില്ല. കാരണം ഇത് വിശ്രമിക്കുവാനുള്ള സമയമല്ല, ഇത് വിശ്രമിക്കുവാനുള്ള ദേശമല്ല. ഇപ്പം ഈ കനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ മക്കളൊക്കെ യാത്ര ചെയ്ത സമയത്ത് എത്രയെത്ര സ്റ്റേഷനുകൾ അവർക്കുണ്ടായിരുന്നു. വലിയ വരൾച്ചയുടേതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ തുടരുവാൻ സാധ്യമല്ല.
അതേസമയം തന്നെ ധാരാളം നീരൊഴുക്കും യഥേഷ്ടം ഫലവൃക്ഷങ്ങളും ഒക്കെ ഉള്ളതായിട്ടുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിശ്ചിത സമയം കഴിയാൻ നേരത്ത് അവിടെ നിന്ന് യാത്ര പുറപ്പെടുവാൻ തക്കവണ്ണം സൂചന ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? ഒരുപക്ഷെ അവർക്ക് അവിടെ തുടരാൻ തോന്നിയേക്കാം. കാരണം ഇവിടെ യഥേഷ്ടം വെള്ളവും അല്ലെങ്കിൽ കഴിക്കുവാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം അതല്ല. നേരം ഈ ലക്ഷ്യത്തിൽ ഓടിയെത്തുക എന്നുള്ളതാണ് വലിയ നിയോഗം എന്നുള്ളത്. ഈ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പർവ്വതത്തിലേക്ക്, ദൈവത്തിലേക്ക് എത്തണം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആണ്. നേരം ദൈവത്തിൻ്റെ പർവ്വതം എന്ന ഹോറേബിനെ പറ്റി അല്ലെങ്കിൽ സീനായി പർവ്വതത്തെ പറ്റി ഒക്കെ വിശേഷിപ്പിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം എന്ന പർവ്വതത്തിലേക്ക് നോക്കുവാൻ കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഒരു വിശ്വാസിയും ആയിത്തീരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ഒരു ഓട്ടക്കളമാണ്. ഈ ഓട്ടത്തിൽ ജയിക്കുവാൻ സകല ഭാരങ്ങളും പാപങ്ങളും വിട്ട് ഓടണം എന്നുള്ളതാണ്. ഇപ്പം ഈ കുറേ കാലം മുമ്പ് ഇറങ്ങിയതായിട്ടുള്ള ഒരു ഫിലിമാണ് ആടുജീവിതം എന്നുള്ളത്. ആ ആടുജീവിതത്തിൻ്റെ ഒരു ടാഗ് ലൈന് പേര് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു ടാഗ് ലൈൻ കൂടി ഉണ്ടായിരുന്നു. അതിങ്ങനാണ്: എവരി ബ്രത്ത് ഈസ് എ ബാറ്റിൽ. ഓരോ ശ്വാസവും ഓരോ യുദ്ധമാണ്. ബ്രത്ത് എവരി ബ്രത്ത് ഈസ് എ ബാറ്റിൽ. ഓരോ ശ്വാസവും ഓരോ യുദ്ധമാണ്. എവരി ബ്രത്ത് ഈസ് എ ബാറ്റിൽ വെയർ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ആർ ഇറ്റ്സ് വെപ്പൺസ്. ജീവിതത്തിൽ ഈ യുദ്ധത്തിൽ, ഓരോ ശ്വാസത്തിലെയും യുദ്ധത്തിൽ വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും ആ ജീവിതത്തിൽ പോരാടുവാനുള്ള ആയുധങ്ങളാണ്. നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ ആ അവസ്ഥ സോദോം ഗോമോറയുടേതായിട്ടുള്ള അവസ്ഥയാണ്. അത് വിട്ട് ഓടണം, ജീവരക്ഷയ്ക്കായിട്ട് ഓടണം. പർവ്വതത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് ഓടണം. കുലുങ്ങാതെ, ഇടറാതെ, നിർത്താതെ ഓടണം. സ്ഥിരതയോടുകൂടി ഓടുവാൻ കഴിയുമ്പോൾ നമുക്കായിട്ടൊരു കിരീടം കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പലതും വെട്ടിപ്പിടിക്കാം, തട്ടിപ്പറിക്കാം. പക്ഷേ നിത്യമായത് നേടുവാൻ നമുക്ക് കഴിയാതെ പോയാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ചിട്ട് നമ്മുടെ പ്രത്യാശ അനുസരിച്ച് നിത്യതയുടെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ ലോകപ്രകാരം നമുക്ക് എന്ത് ശേഷിപ്പിക്കുവാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. കുറച്ച് സമ്പത്ത് തിരിച്ചു കൊടുക്കാം. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിച്ചതായിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷേ അവർക്ക് നല്ല ഒരു സാക്ഷ്യം പകർന്നു കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. നല്ല ഓർമ്മകൾ അവർക്ക് കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. നല്ല അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. നല്ല ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന നല്ല സാക്ഷ്യം കൊടുക്കുവാൻ സാധ്യമാകുമ്പോൾ അർത്ഥത്തോടെ, അർത്ഥവത്തായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹത്തിനായി തീരട്ടെ. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത നമുക്കൊക്കെയും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.